ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഈവനിങ് സ്നാക്കിൻ്റെയും ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട. ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളത് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1.5 കപ്പ് ഗോതമ്പ് പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു റോബസ്റ്റ് പഴം ചെറുതായി കട്ട് ചെയ്തിടാം. റോബസ്റ്റ് പഴത്തിന് പകരമായിട്ട് ഏത്തപ്പഴവും ചെറുപഴവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പോൾ പ്രായമായവർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും പഴം ചേർക്കുന്നത് കൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ഒരു പാകത്തിൽ നമുക്ക് എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശച്ചട്ടിയിലാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ദോശച്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഓരോ തവിയായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഇനി നമുക്കിത് വെന്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറിയൊന്നും വേണ്ട. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള മധുരവും ഉണ്ട്, നല്ലൊരു ഏത്തപ്പഴം കോമ്പിനേഷനുമാണ്. ഇനി നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ചിരവിയത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഈ പഞ്ചസാരയും വെള്ളമൊക്കെ വറ്റി ഈ തേങ്ങയിലേക്ക് ചേരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്.